സൺ ടി വിയിൽ ഇപ്പോൾ സൺ ടി വിയുടെ ഉടമസ്ഥൻ കലാനിധിമാരനെതിരെ ദയാനിധിമാരൻ രംഗത്ത് വന്നു. കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ശൃംഖലയായ സൺ ടി വി നെറ്റ്വർക്കിൽ കുടുംബ പോര രൂക്ഷമാകുന്നു. മുൻ കേന്ദ്രമന്ത്രിയും DMK എംപിയുമായ ദയാനിധിമാരൻ സ്വന്തം ജ്യേഷ്ഠനും സൺ ടി വി നെറ്റ്വർക്ക് ചെയർമാനുമായ കലാനിധിമാരനെതിരെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളുമായി രംഗത്തെത്തി. ചതിയിലൂടെയും കള്ളപ്പണം വെളുപ്പിക്കലിലൂടെയും കലാനിധിമാരൻ കമ്പനി തട്ടിയെടുത്തുവെന്നും 2003 ഓഹരി ഘടന പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ദയാനിധിമാരൻ വക്കീൽ നോട്ടീസ് അയച്ചു. 2024 ഒക്ടോബറിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ദയാനിധിമാരൻ ജ്യേഷ്ഠന് നോട്ടീസ് അയക്കുന്നത്. കലാനിധിമാരൻ, ഭാര്യ കാവേരി മാരൻ എന്നിവരുൾപ്പെടെയുള്ള 8 പേർക്കെതിരെയാണ് ജൂൺ 10 അയച്ച വക്കീൽ നോട്ടീസിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇരുവരുടെയും പിതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മുരേശ്വരി മാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന 2003 കുടുംബത്തിന്റെ അവസ്ഥ മുതലെടുത്ത് കലാനിധിമാരൻ കമ്പനി തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് നോട്ടീസിലെ പ്രധാന ആരോപണം. 2003 സെപ്റ്റംബർ 15 ഒരു ഓഹരിക്ക് 2500-3000 രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് കലാനിധിമാരൻ വെറും 10 രൂപ നിരക്കിൽ 12 ലക്ഷം ഓഹരികൾ സ്വന്തം പേരിൽ കൂട്ടിച്ചേർത്തു എന്ന ആരോപണവുമുണ്ട്. ഈ നീക്കത്തോടെ അതുവരെ കമ്പനിയിൽ ഓഹരികളൊന്നുമില്ലാതിരുന്ന കലാനിധിമാരൻ 60% ഓഹരികളുമായി കമ്പനിയുടെ ഭൂരിപക്ഷ ഉടമയായി മാറി. യഥാർത്ഥ സ്ഥാപക കുടുംബങ്ങളുടെ ഓഹരി പങ്കാളിത്തം 50%-ൽ നിന്നും 20%-ആയി കുറഞ്ഞുവെന്നും നോട്ടീസിൽ പറയുന്നു. കമ്പനിയുടെ ഓഹരി ഘടന 2003 അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നും 2003 മുതൽ നിയമവിരുദ്ധമായി നേടിയ എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ഡിവിഡന്റുകളും ആസ്തികളും തിരികെ നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നടപടികൾക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ സമീപിക്കുമെന്നും ദയാനിധിമാരൻ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പണം ഉപയോഗിച്ച് സൺ ഡയറക്ട്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, സ്പൈസ് ജെറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തുവെന്നും നോട്ടീസിൽ ആരോപണമുണ്ട്. അതേസമയം ഇതൊരു വ്യക്തിപരമായ പ്രശ്നം മാത്രമാണെന്നും സൺ ടി വിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കില്ലെന്നും കലാനിധിമാരനും പറയുന്നു. ദയാനിധിമാരൻ അയച്ച നോട്ടീസിന് കലാനിധിമാരൻ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ വ്യവസായ കുടുംബത്തിലെ ഈ നിയമയുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്ക് കാരണമാകുമെന്നും ഉറപ്പാവുകയാണ്.